ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഭാവഗായകൻ ജയചന്ദ്രന് ശിവഗിരി എച്ച് റേഡിയോയുടെ പ്രണാമം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അവിനാഷസ്, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഭാവചന്ദ്രൻ തിരിതാഴ്ത്തി. തൃശൂർ കൗമാരക്കലയുടെ സ്വർണ്ണത്തിടമ്പ് കാൽനൂറ്റാണ്ടിന് ശേഷം തൃശൂരിന് സ്വന്തം. ശാന്തിഗിരി ഫെസ്റ്റ് സിദ്ധവൈദ്യഗ്രഹം പവിലിയൻ ഉദ്ഘാടനം. ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ. ആൾ താമസമില്ലാത്ത വീടിന്റെ വരാന്തയിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം. പെരിയ ഇരട്ടക്കൊല കേസ് 4 CPM നേതാക്കൾ ജയിൽ മോചിതർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഭാവചന്ദ്രൻ തിരിതാഴ്ത്തി. മലയാള ഗാനശാഖയ്ക്ക് ഭാവഗരിമയുടെ ഈണം പകർന്ന പി ജയചന്ദ്രൻ നാദസൗഭാഗ്യത്തിന്റെ ശ്രുതി താഴ്ത്തി വിടവാങ്ങി. വ്യാഴാഴ്ച രാത്രി 7:54 അന്ത്യം. 6 പതിറ്റാണ്ടോളം മലയാളികളെ സംഗീതത്തിന്റെ ഹൃദയതാളത്തിലേക്ക് ചേർത്തു നിർത്തിയ ജയചന്ദ്രന് 80 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഒരാഴ്ചയിലേറെയായി അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടെങ്കിലും രോഗം ഗുരുതരമായതിനെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീണു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളം രവിപുരത്ത് 1944 മാർച്ച് 3 രവിവർമ്മ കൊച്ചനിയൻ തമ്പുരന്റെയും പാലിയത്ത് സുഭദ്രക്കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായി ജനനം. 1958 ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗത്തിൽ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു ഒന്നാമത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്കു കയറി. ചലച്ചിത്ര ഗാനാലാപനത്തിൽ ശ്രദ്ധേയനായതോടെ ജോലി ഉപേക്ഷിച്ചു. ജി ദേവരാജന്റെ കണ്ടെത്തലായിരുന്നു പി ജയചന്ദ്രൻ. ദേവരാജൻ മാസ്റ്റർ ഇല്ലെങ്കിൽ താൻ ഒരിക്കലും ഗായകനാവില്ലായിരുന്നുവെന്ന് ജയചന്ദ്രൻ പറയുമായിരുന്നു. ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ ഗാനം കേട്ട ശോഭന പരമേശ്വരൻ നായരും എ വിൻസെന്റുമാണ് സിനിമയിൽ പാടാൻ വിളിച്ചത്. 1965 കുഞ്ഞാലിമരയ്ക്കാർ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി ചിദംബരം നാദസംഗീതം നൽകിയ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനം ആലപിച്ചു. പാട്ടുകേട്ട ജി ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകി. ആ ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തൊഴുത്തി എന്ന പാട്ട് എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി. പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനവും അതായിരുന്നു. തൃശൂർ കൗമാരക്കലയുടെ സ്വർണ്ണത്തിടമ്പ് കാൽനൂറ്റാണ്ടിന് ശേഷം തൃശൂരിന് സ്വന്തം. 63-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസാന നിമിഷം വരെ നീണ്ട പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ 68 പോയിന്റോടെയാണ് തൃശൂർ സ്വർണ്ണക്കപ്പ് നേടിയത്. 67 പോയിന്റുമായി പാലക്കാട് തൊട്ട് പിന്നിലെത്തി. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂർ 103 പോയിന്റുമായി 3-ാം സ്ഥാനത്തെത്തി. ശക്തിന്റെ തട്ടകം നേരത്തെ 5 തവണ ജേതാക്കളായിട്ടുണ്ട്. 1986 സ്വർണ്ണക്കപ്പ് നിലവിൽ വന്ന ശേഷം 94, 96, 99 വർഷങ്ങളിൽ തൃശൂർ കപ്പ് സ്വന്തമാക്കി.
5 പ്രാവശ്യം റണ്ണേഴ്സ് അപ്പ് ആയെങ്കിലും വീണ്ടും ഒരു വിജയത്തിന് 2.5 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. 1999 കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ ഇതിനു മുമ്പ് ജേതാക്കളായത്. സമാപന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ സ്പീക്കർ എൻ. ഷംസീർ, നടന്മാരായ ടൊവിനോ തോമസ്, ആസിഫ് അലി, മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, കെ. രാജൻ, ജി.ആർ. അനിൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവരും പങ്കെടുത്തു. ശാന്തിഗിരി ഫെസ്റ്റ് സിദ്ധവൈദ്യഗ്രഹം പവിലിയൻ ഉദ്ഘാടനം. ശാന്തിഗിരി ഫെസ്റ്റിൽ സിദ്ധവൈദ്യഗ്രഹം പവിലിയൻ എ.ഡി.ജി.പി. വിജയൻ ഉദ്ഘാടനം ചെയ്തു. സിദ്ധവൈദ്യം മനുഷ്യന്റെ ശരീരത്തിനു മാത്രമല്ല മനസ്സിനു കൂടി സൗഖ്യം പകരുന്ന ചികിത്സാ സംബന്ധമായെന്ന് പി. വിജയൻ പറഞ്ഞു. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ജെ. നിൻപ്രിയ അധ്യക്ഷത വഹിച്ചു. സ്വാമി സായുജ്യനാഥ്, ജനനി കൃപ, ജനനി പൂജ, ജനനി മംഗള, ഡോക്ടർ എസ്. എൽ. പ്രകാശ്, ഡോക്ടർ ടി. പി. അനുഷ, ബ്രഹ്മചാരി, ജെ. എൽ. അഖിൽ, എം. പി. പ്രമോദ്, ഡി. മനോജ്, എം. എം. ഹേഷ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യനും ഭൂപ്രകൃതിയും 32 ഉൾമരുന്നുകളും സിദ്ധയിലെ പുറമരുത്യം, വർമ്മം, നാഡിച്ചികിത്സ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകളാണ് സിദ്ധ പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോളിൽ എത്തുന്നവർക്ക് പാരമ്പര്യ രോഗനിർണയ രീതിയായ മണിക്കടൈ നൂൽ പരിശോധനയ്ക്ക് ദേഹപ്രകൃതി മനസ്സിലാക്കാനുമുള്ള സൗകര്യമുണ്ട്. ഡോക്ടർ വി. നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ. ISROയുടെ പുതിയ ചെയർമാനായ ഡോക്ടർ വി. നാരായണനെ കാത്തിരിക്കുന്നത് തിരക്കേറിയ ദൗത്യങ്ങൾ. ക്രയോജനിക് എഞ്ചിനീയറിംഗിൽ M.Tech-ഉം എയ്റോസ്പേസിൽ PhD-യും എടുത്ത നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ റോക്കറ്റുകളുടെയും ബഹിരാകാശ ദൗത്യങ്ങളുടെയും കരുത്തു വർദ്ധിപ്പിക്കാൻ സഹായകരമായ ഇന്ത്യൻ പ്രൊപ്പൽഷൻ പ്ലാൻ 2017-2037 തയ്യാറാക്കിയതാണ് വി. നാരായണനെ ശ്രദ്ധേയനാക്കിയത്. S. സോമനാഥ് തുടങ്ങിവെച്ച സുപ്രധാന ദൗത്യങ്ങളിൽ അണിയറക്കാരനായി പ്രവർത്തിച്ചതാണ് ആത്മവിശ്വാസം പകരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പദവിയേൽപ്പിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. S. സോമനാഥിന്റെ കാലാവധി പൂർത്തിയാകുന്ന 14-നാണ് ചുമതലയേൽക്കുക. ആൾതാമസമില്ലാത്ത വീടിന്റെ വരാന്തയിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം. ആൾതാമസമില്ലാത്ത വീടിന്റെ വരാന്തയിൽ 10 ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. വർക്കല ഹോമിയോ ആശുപത്രിക്ക് സമീപം കുഴവള വീട്ടിൽ വിജയനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. പാലച്ചിറ തളവാപ്പന റോഡിൽ നിന്നുള്ള ഇട റോഡിലെ വീട്ടിൽ വ്യാഴാഴ്ച രാവിലെ 11-ഓടെയാണ് മൃതദേഹം കണ്ടത്. പ്രദേശത്തെ രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. അസുഖബാധിതനായ വിജയൻ വീട്ടുകാരുമായി പിണങ്ങി കഴിയുകയായിരുന്നു. തളവാപ്പുരം ഭാഗങ്ങളിൽ ജോലികൾ ചെയ്തു വന്ന ഇയാൾ ഇടയ്ക്കിടെ ഒരു വിജനമായ ഭാഗത്തുള്ള വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വർക്കല പോലീസും വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തി. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനം. പെരിയ ഇരട്ടക്കൊല കേസ് 4 CPM നേതാക്കൾ ജയിൽ മോചിതർ. പെരിയ ഇരട്ടക്കൊല കേസ് ശിക്ഷാവിധിയിൽ സ്റ്റേ കിട്ടിയ 4 CPM നേതാക്കൾ ജയിൽ മോചിതരായി. പ്രതികളെ സ്വീകരിക്കാനായി CPM-ന്റെ മുതിർന്ന നേതാവ് M. V. ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. V. ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സമിതി അംഗം സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ ജയിലിലെത്തി. ഉത്തരവുമായി എത്തിയ നേതാക്കളാണ് പ്രതികളെ സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLA-യുമായ KV കുഞ്ഞിരാമൻ, പ്രാദേശിക CPM നേതാക്കളായ K. മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നത്. CPM യാതൊരു തരത്തിലുള്ള സ്വീകരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ലെന്ന് M. V. ബാലകൃഷ്ണൻ പറഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഭാവചന്ദ്രൻ തിരിതാഴ്ത്തി. പേറ്റ് തൃശൂർ. കൗമാരക്കലയുടെ സ്വർണ്ണത്തിടമ്പ് 4 നൂറ്റാണ്ടിന് ശേഷം തൃശൂരിന് സ്വന്തം. ശാന്തിഗിരി ഫെസ്റ്റ് സിദ്ധവൈദ്യഗ്രഹം പവിലിയൻ ഉദ്ഘാടനം. ഡോക്ടർ വി. നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ. ആൾതാമസമില്ലാത്ത വീടിന്റെ വരാന്തയിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം. പെരിയ ഇരട്ടക്കൊല കേസ് 4 CPM നേതാക്കൾ ജയിൽ മോചിതർ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72
72. പോയ വാരത്തിലെ വിജയി. 7ാം ക്ലാസ് സി ഡിവിഷനിലെ അഗ്നിജ അഗ്നിമ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട വെങ്കലം നേടിയ വനിതാ താരം മനു ഭാക്കർ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. എസ് സോമനാഥിന് ശേഷം ISROയുടെ ചെയർമാനാകുന്നതാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഇതോ അംഗം. ചെറുബാല്യം വിളാത്ത കുട്ടികളുടെ കളിക്ക് തുടക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരപടം. അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ്? ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. നിത്യവസന്തം എന്ന പരിപാടിയിൽ 2024 ഡിസംബർ 25 വിട പറഞ്ഞ കേരളക്കരയുടെ MTയെക്കുറിച്ചുള്ള ലഘുവിവരണം അവതരിപ്പിക്കുന്നത് ദേവിക. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ് MT. മലയാള സാഹിത്യ ലോകത്തിന് വേറിട്ട മുഖം നൽകിയ MT വാസുദേവൻ നായർ. ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെയൊക്കെ വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാർക്ക് നൽകിയ കഥാകാരൻ. ഓരോ MT കഥയും ഓരോ ചരിത്രമാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നുമുള്ള കഥാപാത്രങ്ങളായതിനാൽ വായനക്കാരനിൽ ഇപ്പോഴും പലരും ചെറുനൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിൽ കിടപ്പുണ്ട്. MT തമാശയ്ക്കുമുണ്ട് ഒരു ക്ലാസിക് ശൈലി. ഓരോ രചനയും ഓരോരോ ഇതിഹാസങ്ങളായി മലയാള മണ്ണിൽ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു. 2024 ഡിസംബർ 25 സാഹിത്യകുലപതി നമ്മോട് വിട പറഞ്ഞു. MTയുടെ രണ്ടാം ഊഴം. MT വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്തമായ നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. ഒട്ടേറെ ഹൃദയസ്പർശിയായ ജീവിത മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് രണ്ടാം ഊഴം. കഥാപാത്രങ്ങളുടെ നന്മയും തെളിമയുമല്ല, അവരുടെ സ്വഭാവത്തിൻ്റെ സ്വാർത്ഥതയാൽ ഇരുളടഞ്ഞ വശത്തിലാണ് നോവൽ ശ്രദ്ധ കൊടുക്കുന്നത്. മനുഷ്യ മനസ്സിൻ്റെ വൈരുദ്ധ്യാത്മകത ഉള്ളിൽ തട്ടുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളിലായി അവതരിപ്പിക്കുന്നുണ്ട്. നീതിശാസ്ത്രത്തിൻ്റെയും ന്യായ അന്യായങ്ങളുടെയും പുനർവായന, അവർണരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും നോവുകളെ തുറന്നു കാട്ടുന്ന സൂക്ഷ്മ ചിത്രീകരണം, സ്ത്രീപക്ഷ ചിന്തകളുടെ സരസമായ അവതരണം, സംഭാഷണങ്ങളുടെയും ചിന്തകളുടെയും മൂർച്ച MTയുടെ എഴുത്തിൻ്റെ പ്രത്യേകതയാണ്. നോവലുകളിൽ മാത്രമല്ല, MT എഴുതിയ സിനിമകളിലും ഇത് കാണാം. അത്തരം മൂർച്ചയേറിയ സംഭാഷണങ്ങളും ചിന്തകളും രണ്ടാം ഊഴത്തിൽ നിരവധിയുണ്ട്. മഹാഭാരത കഥയെ ഫാൻറ്റസിയുടെ തലത്തിൽ നിന്നും മാറി യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിൽ നോക്കിക്കാണുകയാണ് MT. ബുദ്ധിമാന്മാരോടും സാധാരണക്കാരോടും വായനക്കാരോടും സംവദിക്കുന്നതാണ് കാലത്തെ അതിജീവിക്കുന്ന ഈ നോവൽ എന്നത് അതിൻ്റെ മഹത്വത്തിന് തെളിവാണ്. വരികൾക്കിടയിൽ മാന്ത്രികച്ച പൊളിപ്പിക്കുന്ന മാനന്ത്രികക്കാരൻ്റെ കരവിരുത് രണ്ടാം ഊഴത്തെ അത്ഭുതപ്പെടുത്തുന്നു. ആരംഭത്തിനെല്ലാം അവസാനമുണ്ടെന്ന് ആദ്യാവസാനം ഓർമ്മിപ്പിക്കുന്നു. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ജ്ഞാനപീഠ ജേതാവ് MTയുടെ വയലാർ അവാർഡ് നേടിയ മാസ്റ്റർ പീസ് നോവലാണ് രണ്ടാം ഊഴം. മലയാള നാടിനോടും ഈ ലോകത്തിനോടും വിട പറഞ്ഞെങ്കിലും എഴുത്തിൻ്റെ പെരുന്തച്ഛൻ തൻ്റെ അക്ഷരങ്ങളിലൂടെ എന്നെന്നും ആസ്വാദക ഹൃദയത്തിൽ ജീവിക്കുന്നു.
ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.